അവിടെ അവരുടെ വീടിന് പരിസരത്ത് തന്നെയാണ് അശ്വതി ഉള്ളത്. ഇന്ന് അവരുമായി സംസാരിക്കുകയും അവരുടെ മാനസികാവസ്ഥയൊക്കെ എന്ത് എന്ന് മനസ്സിലാക്കാനുമൊക്കെ അശ്വതിക്ക് കഴിഞ്ഞിരുന്നതാണ്. അശ്വതി, 11ാം ദിനവും തെരച്ചിൽ നിർത്തിയിരിക്കുന്നു. പ്രതികൂല കാലാവസ്ഥ ഇപ്പോഴും തുടരുന്നു. ഡൈവേഴ്സിന് അടുത്തെത്താൻ കഴിഞ്ഞില്ല. മറ്റൊന്ന്, തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ വീണ്ടും മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യമില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. ഈ 11ാം ദിനം അവസാനിക്കുമ്പോൾ നിരാശ തന്നെയാണ്. കേരളത്തിനാകെ നിരാശയാണ്. കാരണം എല്ലാവരും പ്രാർത്ഥനയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും കാത്തിരിക്കുന്നത് അവിടെ നിന്ന് അർജുനെ കണ്ടെത്തിയെന്ന വിവരത്തിനായാണ്. പക്ഷേ അത് നിരാശ തന്നെയാണ് ഇന്നും വരുന്നത്. കുടുംബത്തിന്റെ ഒരു പ്രതികരണം, അതിനുശേഷം കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നോ? എന്തായാലും തെരച്ചിൽ തുടരുമെന്ന തീരുമാനം അവിടെ ഉന്നതതല യോഗത്തിൽ ഇന്നുണ്ടായിട്ടുണ്ട്. അത് അവർക്ക് പ്രതീക്ഷ നൽകുന്നതാണോ? എങ്ങനെയാണ് അവരുടെ മാനസികാവസ്ഥ ഇപ്പോൾ? അതാണ് ആ വലിയ നിരാശയുടെ കേന്ദ്രം ഈ കോഴിക്കോട്ടെ അർജുന്റെ വീടാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ 11 ദിവസവും എങ്ങനെയെങ്കിലും അർജുനെ തിരിച്ചെത്തിക്കണമെന്ന അവരുടെ വലിയ ആഗ്രഹത്തിന് ഒരു പകൽ കൂടി അവസാനിക്കുമ്പോൾ അതിന് തീക്ഷ്ണത കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ പ്രതീക്ഷയുടെ അളവ് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ അതിനുശേഷം ആ യോഗത്തിന് ശേഷവും അർജുന്റെ വീട്ടുകാരുമായി നമുക്ക് സംസാരിക്കാൻ സാധിച്ചു. അവർ ഇപ്പോഴും പ്രതീക്ഷയിലാണുള്ളത്. ആ പ്രതീക്ഷ ജീവനോടെ അർജുനെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയുമെന്നോ, അവർക്ക് മകനെ തിരിച്ചു കിട്ടുമെന്നോ, ഭർത്താവിനെ തിരിച്ചു കിട്ടുമെന്നോ, ആ കുട്ടിക്ക് അച്ഛനെ കിട്ടുമെന്നോ ഒന്നുമല്ല. അർജുനെ അവസാനമായി ഇങ്ങോട്ടേക്ക് ഒന്ന് എത്തിക്കണം, അവനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം. അതാണ് ഇപ്പോഴത്തെ അവരുടെ ആഗ്രഹം, അത് ജീവനോടെയോ അല്ലാതെയോ. പക്ഷെ അപ്പോഴും ഏറ്റവും പ്രതികൂലമായി നിൽക്കുന്ന കാലാവസ്ഥ അത് തന്നെയാണ്. വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും പറയുന്നതുമായ ഒരു കാര്യമുണ്ട്. സൈന്യത്തിലെ ഓരോ ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ ആ മുങ്ങലിനിറങ്ങുന്ന ഓരോ ഡൈവർക്കും അവരുടെ ജീവനും അത്രത്തോളം പ്രധാനം തന്നെയാണ്. ആ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ അത് വേണ്ട എന്ന് തന്നെയാണ് അവിടെയുള്ള അർജുന്റെ ബന്ധുക്കളും ഈ കോഴിക്കോട്ടെ വീട്ടിലുള്ള അമ്മയടക്കമുള്ള ബന്ധുക്കളും നമ്മളോട് പങ്കുവെക്കുന്നത്. അതേസമയം ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള തെരച്ചിൽ അവസാനിപ്പിക്കരുത്, തെരച്ചിൽ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള പലതരത്തിലുള്ള റൂമേഴ്സൊക്കെ അവരുടെ അടുത്തേക്കും ചെല്ലുന്നുണ്ട്. അപ്പോഴൊക്കെ അവരുമായി ബന്ധപ്പെടുമ്പോൾ അവരൊരു വലിയ നോ ആണ് ഇതിന് പറയുന്നത്. ഒരിക്കലും തെരച്ചിൽ അവസാനിപ്പിക്കരുത്, അർജുനെ കിട്ടുന്നത് വരെ തെരച്ചിൽ തുടരണം. അത് ഏത് രീതിയിൽ എന്നതൊന്നും അവർക്കറിയില്ല. പക്ഷെ അതിനായുള്ള മാർഗങ്ങളൊക്കെ അവർ ഈ കോഴിക്കോട്ടെ വീട്ടിലിരുന്നും തേടുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അർജുന്റെ സഹോദരി അഞ്ജു കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇത്തരത്തിൽ ഈ മണ്ണിന് അല്ലെങ്കിൽ വെള്ളത്തിനടിയിലേക്ക് പോകാൻ കഴിയുന്ന, വെള്ളത്തിനടിയിൽ വജ്രങ്ങളൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തുന്ന മെഷീനുകളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള മെഷീനുകൾ ഉപയോഗിച്ചാൽ നമുക്ക് അർജുനെ കണ്ടെത്താനാകുമോ എന്ന് അവർ ചോദിക്കുന്നു. ആ രീതിയിൽ ഏതൊക്കെ രീതിയിൽ അർജുനെ തിരിച്ചെത്തിക്കാനാകുമെന്ന വലിയ ചിന്ത ഈ കോഴിക്കോട്ടെ വീട്ടിലും ഇവിടെ ഈ നാട്ടിലും ഈ നാട്ടുകാരും ഒക്കെ നടത്തുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അവിടെ അന്വേഷണത്തിന്, അവിടെ തെരച്ചിലിന് ഒപ്പം നിൽക്കുന്ന ബന്ധുക്കളിൽ നിന്നും ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ നിമിഷവുമുള്ള അപ്ഡേറ്റുകൾ അവർ അന്വേഷിക്കുന്നുണ്ട്. ഫോൺ വിളിച്ച് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ആ അമ്മയും ഭാര്യയും 2 സഹോദരിമാരും കുഞ്ഞുമകനുമൊക്കെ ഇവിടെ അർജുനെ തിരിച്ചെത്തിക്കാനാകുമെന്ന പ്രതീക്ഷ കൈവിടുന്നില്ല ഇപ്പോഴും, ഈ 11ാം ദിവസം അവസാനിക്കുമ്പോഴും എന്നുള്ളതാണ് ഇവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ. തീർച്ചയായും അശ്വതി, അവർ ഓരോ നിമിഷവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ശിരൂരിൽ നിന്ന് അവർക്ക് അനുകൂലമായിട്ടുള്ള അവർ പ്രതീക്ഷിക്കുന്നത് അർജുനെ കണ്ടെത്തി എന്ന ഒരു വാർത്തയാണ്. ഏത് സാഹചര്യവും നേരിടാൻ മനസ്സ് പാകപ്പെടുത്തി അവർ കാത്തിരിക്കുകയാണ്. അശ്വതി, ഇന്ന് കളക്ടർ കാണുമ്പോഴും മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് ഈ തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ ബോഡിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. കഴിഞ്ഞ ദിവസത്തെ പരിശോധനയും അങ്ങനെ തന്നെയായിരുന്നു അതിന്റെ ഫലം. ആ ഒരു സാധ്യത കുടുംബം മുന്നിൽ കാണുന്നുണ്ടോ? ഇനി ഡൈവേഴ്സിന് വാഹനത്തിലെത്താൻ കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങി പരിശോധന നടത്തി കഴിയുമ്പോൾ അർജുന്റെ സാന്നിധ്യം അവിടെ ഇല്ല എന്ന ഒരു സ്ഥിരീകരണം വരികയാണെങ്കിൽ അതിനെ നേരിടാൻ അവർ പ്രാപ്തരായിട്ടുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം അവർ മുന്നിൽ കാണുന്നുണ്ടോ? അതന്നെയാണ്, ഏത് സാഹചര്യത്തെ നേരിടാൻ അവർ സജ്ജമാണ്. അവരുടെ മനസ്സത്രത്തോളം കല്ലായി കഴിഞ്ഞു, മരവിച്ച അവസ്ഥയാണ്. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ ഒരു ബഹളമോ നിലവിളിയോ കരച്ചിലോ ഒന്നുമുള്ളതല്ല, ഒരു മരവിപ്പാണ് അവിടെ എല്ലാവർക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് അർജുനെ എങ്ങനെ രക്ഷപ്പെടുത്താം, അർജുനെ എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ സംസാരിക്കുന്നത്.
അവിടേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളോടും പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് രക്ഷിക്കാൻ കഴിയില്ലേ, ഇപ്പോൾ അവിടുത്തെ അപ്ഡേഷൻസ് ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് അതിൽ കൂടുതൽ എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മളോടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. പക്ഷെ അവരൊന്നും പ്രതീക്ഷ അസ്തമിച്ചിട്ടില്ല അവരുടെ എന്ന രീതിയിൽ പെരുമാറുമ്പോൾ നമുക്കും കൂടുതൽ ഉത്തരവാദിത്വം വേണ്ടി വരുന്നു. നമ്മൾ അത്തരത്തിലുള്ള വിവരങ്ങൾ അവരോടും പങ്കുവെക്കാൻ തയ്യാറാവുകയാണ്. എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഇതിനകത്തേക്ക് എത്താൻ സാധിച്ചാൽ, ട്രക്കിനകത്തേക്ക് എത്താൻ സാധിച്ചാൽ അർജുൻ അവിടെ ഉണ്ടാകുമെന്ന ആ പ്രതീക്ഷ, അത് അവസാന പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ അവരിപ്പോഴും വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ട്രക്കിനടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളത് അത് പ്രതികൂല സാഹചര്യം. അവർ ആദ്യം മുതൽ ഈ വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിങ്ങിനൊക്കെ ഇരയായിരുന്നു. അമ്മയുടെ പ്രതികരണമൊക്കെ വേറെ രീതിയിൽ അതിനൊരു വേറൊരു മറ്റൊരു മാനം നൽകിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. ആ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ പറയുമ്പോഴും അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് തെരച്ചിലിനാണ്. സൈന്യത്തെ അടക്കം തങ്ങൾ വിമർശിച്ചിട്ടില്ല. ഇപ്പോൾ ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു തെരച്ചിലാണ് നടക്കുന്നത്. ഇത് കുറച്ചുകൂടി നേരത്തെ നടത്തേണ്ടതായിരുന്നു എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു വ്യാകുലത, അവരുടെ ഒരു പരാതി, അത് അവർ ഇപ്പോഴും പറയുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും അശ്വതിയാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്.